മിഡ് നൈറ്റ് പ്രോമോ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹോട്ടൽ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോമോ തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത്. ഗ്ലാസ് ഡോർ എൻട്രൻസിന്റെ അവിടെ വെച്ച്, അതായത് വീട്ടിലേക്ക് കയറുന്ന ആ ഒരു ഡോറിന്റെ അവിടെ വെച്ച് ഒരു ഉന്തും തള്ളും മൽപ്പിടുത്തവും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഒരു വാസ് എടുത്ത് പൊട്ടിക്കുന്നതൊക്കെ പ്രോമോയിൽ കാണിക്കുന്നുണ്ട്. അത് ആ പൊട്ടി വീഴുന്നത് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ പ്രോമോയുടെ തുടക്കത്തില് ജാസ്മിന്റെ മറ്റേ AI ജനറേറ്റഡ് വോയിസിൽ പറയുന്നു, എന്നെ പുറത്താക്കിയത് എന്തിനാണ് എന്നിങ്ങനെ പറയുന്നു. ഉടനെ ഋഷി ഈ റോബോട്ട് ഇപ്പൊ ഡേഞ്ചറസ് ആയിട്ട് മാറിയിരിക്കുകയാണ് എന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ടണൽ ടീം മുദ്രാവാക്യം വിളിക്കുന്നതാണ്. നാണമുണ്ടോ ഓണേഴ്സ് ഗസ്റ്റുകളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ എന്നിങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ആദ്യം പറഞ്ഞ മൽപ്പിടുത്തമാണ്. ജിൻഡോ, റസ്മിൻ, ജാസ്മിൻ, നോറ, പിന്നെ ടണൽ ടീമിലുള്ളവർ ശരണ്യ, നന്ദന, സായി, അപ്സര, അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. അവരപ്പുറത്ത് നിന്ന് ടണൽ ടീമിനെ ബ്ലോക്ക് ആക്കാൻ നോക്കുകയാണ്. ഇവരിപ്പുറത്തും ഉണ്ട് ഗാർഡൻ ഏരിയയുടെ വശത്തായിട്ട്. ഇത് കഴിഞ്ഞിട്ടാണ് പ്രോപ്പർട്ടി പൊട്ടുന്നത് കാണിക്കുന്നത്. ഉടനെ ബിഗ് ബോസ് കലിപ്പില് എല്ലാവരും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി പറയുന്നു, എന്താണിത്, വളരെ മോശം, എത്ര തവണയാണ് നിങ്ങളോട് പറയുന്നത്, വയലൻസ് ഒരു കാരണവശാലും ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല. ബിഗ് ബോസ് നല്ല കലിപ്പിലാണ് ഈ ഒരു ഡയലോഗ് അടിക്കുന്നത്. പലർക്കും പണി കിട്ടുമെന്ന് തോന്നുന്നു. പ്രോപ്പർട്ടി ഡാമേജ് ഇൻസിഡന്റ് ഇതിപ്പോ ഈ സീസണില് 3-ാമത്തെ 4-ാമത്തെ തവണയാണ്. അപ്പം റോക്കിയുടെ ഇൻസിഡന്റ് കൂടെ കണക്കാക്കി എനിക്ക് തോന്നുന്നു 4-ാമത്തെ തവണയോ മറ്റുമാണ്. കർശനമായ വാർണിംഗ് കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ പ്രോപ്പർട്ടി ഡാമേജ് എന്ന് പറയുന്ന ഒരു സാധനം. കോടികൾ മുടക്കി ഇവരൊക്കെ അത് ഉണ്ടാക്കി ഇട്ടിരിക്കുന്നത് ഈ മത്സരാർത്ഥികൾക്ക് അലമുണ്ടാക്കി പൊട്ടിക്കാനൊന്നും അല്ലല്ലോ. അപ്പൊ എന്തായാലും ഈ ഒരു പ്രോമോയ്ക്കകത്ത് ഇത്രയുമായിരുന്നു. ടണലും പിന്നെ നമ്മുടെ ജാസ്മിനും വേറുള്ളവരും തമ്മിലുള്ള ഒരു പ്രശ്നം, മെയിൻ ഡോറിന്റെ അവിടെ വെച്ചൊരു പിടിവലി മൽപ്പിടുത്തം. കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് ലൈവ് കാണേണ്ടി വരും. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വരുന്നത് വരെ ബൈ.